താഴ്ച, ഞെരുക്കം മാറി വിശാലത വെളിപ്പെടും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസ് ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം പതിവ് പോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒത്തിരി പേരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും വലിയ അനുഗ്രഹങ്ങൾക്ക്, ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ സന്തോഷിക്കുകയും ഒപ്പം നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാൻ അവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നും കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാപിച്ച ദൈവാലോചനയുമായി നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും വേണ്ടി പ്രാർത്ഥന മുറിയിൽ നിന്ന് പ്രാപിച്ചത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ പതിവ് പോലെ വലിയ കാര്യങ്ങളുടെ ആരംഭമായി മാറും. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? ഇന്ന് ചില വലിയ കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ തുടക്കമാകുവാൻ പോകുന്നു. അതേ, ഈ ആഴ്ച ഞാൻ വലിയ കാര്യങ്ങളെ കാണും. ആ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും സംഭവിക്കും. അതെ, നീ ആഗ്രഹിച്ചതാണ് ഇന്നലകളിൽ, അല്ലേ സഹോദര സഹോദരി? ചിലത് വലിയത് 4 പേരുടെ മുമ്പിൽ നിന്ന് പറയുവാനുള്ളത് നിന്നെക്കുറിച്ച് നിനക്കും മറ്റുള്ളവർക്കും പറയുവാനുള്ളത് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണം. പക്ഷേ എവിടെ? അത് വെറും ആഗ്രഹം മാത്രമായി ഇന്നലകളെല്ലാം അവശേഷിച്ചു. പക്ഷേ ഇന്ന് കഥ മാറുകയാണ്. കാരണം നീ വലിയവനായ ദൈവത്തിനൊപ്പമാണ്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് കരുതുന്നു. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും ഒരു വലിയ കൂട്ടം. 5000 ആണുങ്ങളുണ്ട്, അവരുടെ പെണ്ണുങ്ങളുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരുടെ അമ്മയപ്പന്മാരുണ്ട്. ഇങ്ങനെ വലിയൊരു കൂട്ടം. ആ കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം 5 അപ്പവും 2 മീനും. അല്പമാണ്. ആ വലിയ കൂട്ടത്തെ സംബന്ധിച്ച് ഒന്നുമില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വല്ല പ്രയോജനവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവുമില്ല. പക്ഷേ ആ അല്പത്തെ, ഒന്നിനും തികയാത്ത പേരിന് മാത്രമുള്ളതിനെ വലിയ കൂട്ടത്തിൻ്റെ വലിയ ആവശ്യത്തിൻ്റെ നിവർത്തീകരണത്തിനായി യേശു മാറ്റിയെങ്കിൽ വലിയ കാര്യങ്ങൾ നിന്നിലൂടെ എൻ്റെ ദൈവം ഇന്നു മുതൽ ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഞാൻ നിന്നിൽ ആ 5 അപ്പത്തിൻ്റെയും 2 മീനിൻ്റെയും ഉടമയെ കാണുക. വിശ്വസിക്കുവാൻ തയ്യാറാണോ? നിന്നിലൂടെ എൻ്റെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുക. അർത്ഥാൽ നിന്നെ യേശു പ്രയോജനപ്പെടുത്തുവാൻ പോകുക. സഹോദര സഹോദരി, മാതാപിതാക്കളെ, പൊന്നുമക്കളെ, കേൾക്ക്. നിങ്ങളെ എൻ്റെ യേശു പ്രയോജനപ്പെടുത്തുവാൻ പോകുക വലിയ കൂട്ടത്തിന്. അതെ, വലിയ കൂട്ടം മാത്രമല്ല, ആവശ്യങ്ങളും വലുതാണ്. നിന്റെ ഭവനത്തിലെ ആവശ്യങ്ങൾ വലുതാണ്. ഇതുവരെ വീട് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുവാനോ മാറ്റിവെക്കുവാനോ ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട്. അത് നിറവേറ്റിയെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആവശ്യങ്ങൾ കടൽ പോലെ പരന്നു കിടക്കുകയാണ്. ആ അല്പം, ആ ചെക്കൻ്റെ കയ്യിലിരുന്ന അല്പം പോലെ, പുറത്ത് കാണിക്കുവാൻ പോലും മടിയുള്ള അല്പം പോലെ നിനക്കിപ്പോൾ മടിയാ. നിനക്ക് കിട്ടുന്നതിനെ കുറിച്ച് പറയാൻ. ആവശ്യം അത്രമാത്രം വലുതാണ്. അല്ലാത്ത സങ്കടമാണ്. ഓരോരുത്തർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നീ കേൾക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി നീക്കിവെച്ചതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ക്രമീകരിച്ചതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നീ ചിരിച്ച് സന്തോഷിച്ച് അവർക്കൊപ്പം അവരുടെ സന്തോഷം നീ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ സഹോദര സഹോദരി, ഉള്ളിനകത്തൊരു നീറ്റലല്ലേ? ഒന്നും മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോന് വേണ്ടി, എൻ്റെ മോക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൾ വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, വല്ലാതെ കിടന്ന് ഞെരുങ്ങുകയാണ്. ഒന്നും അവളുടെ ഇഷ്ടമൊന്നും പറയത്തില്ല. നിനക്കതറിയാം. അറിഞ്ഞെന്തെങ്കിലും ചെയ്യാൻ ഇല്ല, മിച്ചമൊന്നുമില്ല. അയ്യോ, വല്ലാത്തൊരവസ്ഥ. ഉള്ളിനകം തേങ്ങുകയാ. കേൾക്ക്, അവൾക്ക്, നിന്റെ മക്കൾക്ക്, നിന്റെ കുടുംബത്തിന്, സഹോദര സഹോദരി, നിന്നെ എൻ്റെ യേശു പ്രയോജനപ്പെടുത്തുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്ക് എൻ്റെ യേശു നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. എടാ പൊന്നുമക്കളെ, നിങ്ങളെ, നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് എൻ്റെ യേശു പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ആ സർട്ടിഫിക്കറ്റും വെച്ചിട്ട് നീ കരയുന്നില്ലേ? അയ്യോ, ഇത്രയൊക്കെ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ട്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട്. പലപ്പോഴും നിന്റെ വേദന അതായിരുന്നു. കടം വാങ്ങുന്നത് നിനക്ക് വേണ്ടി, നിന്റെ പഠനത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകുവാൻ, നിന്നിലൂടെ ഒരു നല്ലത് അവർക്ക് കാണുവാൻ. അല്ലടി മോളെ, നിന്റെ വിവാഹം നടത്തുവാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് സന്തോഷം കൊടുക്കുവാൻ നിനക്ക് കഴിയുന്നില്ല. നിന്റെ കുടുംബജീവിതം നന്നായിരിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. നീ
വല്ലാത്ത അവസ്ഥയിലായിരിക്കും. കേൾക്ക്, നിന്നെ എൻ്റെ യേശു പ്രയോജനപ്പെടുത്തുവാൻ പോവുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിന്, നിന്റെ മാതാപിതാക്കൾക്ക്, നിന്റെ സഹോദരങ്ങൾക്ക് സന്തോഷമായ നിന്റെ ജീവിതത്തെ എൻ്റെ യേശു മാറ്റുവാൻ പോകും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നോക്കൂ, വലിയ കാര്യങ്ങളുടെ തുടക്കമാണ് ഇന്ന്. എത്ര പേർ, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? ആമേൻ. ആമേൻ പറയുന്ന നിന്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. അപ്പോൾ ആ ദൂത് അത് തന്നെയാണ് വലിയ കാര്യങ്ങളിലേക്കുള്ള തുടക്കം. എന്താണ്? ഞെരുക്കം മാറി വിശാലത വെളിപ്പെടും. മനുഷ്യനും പിശാചും കാലാകാലങ്ങളായി ഞെരുക്കി ഒതുക്കി ചിലയിടങ്ങളിൽ ഇട്ട അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം അറുതി വരുത്തും. സ്തോത്രം. വല്ലാതെ ഞെരുക്കി, ഒന്ന് ശ്വാസം വിടാൻ പറ്റാത്ത നിലയിൽ സാമ്പത്തികമായ ഞെരുക്കം, ശാരീരികമായ ഞെരുക്കം, രോഗങ്ങൾ കൊണ്ട് ഞെരുക്കുന്ന അവസ്ഥ, മറ്റു പ്രഷർ, പലതിനെയും ചൊല്ലിയുള്ള ചിന്ത, ഞെരുങ്ങി എല്ലാം കൂടെ ഇട്ട് ഞെരുക്കുക. ആമേൻ. ഓ സ്തോത്രം. ആ ഞെരുക്കത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് നിന്നെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകും യേശുവിൻ നാമത്തിൽ. മനുഷ്യനും പിശാചും നിന്നെ ഞെരുക്കിയ ഞെരുക്കത്തിൻ്റെ അവസ്ഥകളെ മാറ്റി നിന്റെ ജീവിതത്തിൽ വിശാലതയുടെ അനുഭവത്തെ എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ആ വിശാലതയിലേക്ക്, ആ വലിയ കാര്യങ്ങളിലേക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, അതേ പ്രൈസ് ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശാലതയുടെ അനുഭവത്തെ ഒരുക്കുവാനായി പോകുന്നു. നോക്കൂ, വചനത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. വേഗത്തിൽ വന്നേ. രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. ആ അവൻ ആരാണ്? അറിയാമല്ലോ, എലിയാവ് എന്ന പ്രവാചകൻ തന്നെ. ദൈവത്തിൻ്റെ പ്രിയപുരുഷൻ. ഇസ്രായേലിൽ ആഹാബ് രാജാവായി ഭരണം നടത്തുന്ന കാലം. ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. എലിയാവിന് കാക്കയിലൂടെ ദൈവം ആഹാരം നൽകുന്നു. തോട്ടിലെ വെള്ളം അവന് ദാഹമകറ്റുവാൻ ദാഹജലമായി മാറുന്നു. അങ്ങനെ എന്താ, അതൊരു വലിയ കാര്യമല്ലേ? കാര്യമാണ്. ആമേൻ. കാര്യമാണ്. ആ ജോലി കിട്ടിയപ്പോൾ വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അയ്യോ എനിക്ക് ജോലി കിട്ടി, അയ്യോ എനിക്ക് ജോലി കിട്ടി. ഇപ്പോഴോ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് എങ്ങനെ? അത് തന്നെ ഒറ്റ തവണ കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നും, അല്ലേ? ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വലിയ കാര്യം. അവിടെയാണോ ജോലി? കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാ. അത്രയും കിട്ടുമോ? ചിലവ് അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാ. അയ്യോ, ഏത് അവിടെയാണോ താമസിക്കുന്നു? അവിടുത്തെ അവസ്ഥ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാ. അത് തന്നെ അയ്യം വിളിക്കുകയാണെന്ന്. അമ്മ നോക്കിയേ, കാക്ക കൊണ്ടുവന്ന് കൊടുക്കും. കാക്ക 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 തന്നെയാ ബൈബിളിൽ. ആ കാക്കയുടെ കൊക്കിലിരിക്കുന്നത് അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ തിന്നാനുള്ളതാ കാക്ക കൊണ്ടുവരും. ഒന്നേതേ അത് എച്ചില. നല്ലതൊന്നും കാക്ക കൊണ്ടുവരത്തില്ല. കാക്കയ്ക്ക് നല്ലതിനോട് താല്പര്യമില്ല, എച്ചിലിനോടാ താല്പര്യം. എച്ചിലാ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. തൊണ്ടയിൽ നിന്ന് ഇറങ്ങാനും പാട. ഇനി കിട്ടുന്നതാണെങ്കിൽ ഉത്തിപ്പോരം, ഞെരുക്കത്തിൻ്റെ അപ്പം. അതാ ഞെരുക്കം. ആ കിട്ടുന്ന ഉത്തിപ്പോരം അത് ചെലവഴിക്കാൻ പോലും പറ്റാത്തത്, അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. വെള്ളം തോട്ടിലെ വെള്ളം വറ്റിപ്പോകാൻ തുടങ്ങി. തോട് വറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ചെളിയൊക്കെ പുറത്തു വന്ന് വല്ലാത്തൊരു സ്മെല്ലോടുകൂടെ, ദുർഗന്ധത്തോടുകൂടെയുള്ള ആ വെള്ളം. ഞെരുക്കത്തിൻ്റെ അങ്ങേയറ്റം. സ്തോത്രം. ആമേൻ. 2900 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശ കണക്ക് പറഞ്ഞാൽ 2900 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ ഏലിയാവിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ ഏലിയാവ് നിങ്ങൾക്ക് അപരിചിതനല്ല. ആണോ? ഏലിയാവേ, നീ ആ ഏലിയാവ്. ഞെരുങ്ങി വയ്യ, മടുത്തു. ആ ഞെരുക്കത്തിലിരിക്കുമ്പോൾ തീർന്നില്ല. ഏലിയാവിനെ സംബന്ധിച്ചാണ് തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ ആ കാക്കയുടെ വരവ് നിലച്ചു. ആ അല്പം കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതും തീർന്നു. ആ വെള്ളവും വറ്റിപ്പോയി.
ചെളിവെള്ളമാണെങ്കിലും വെള്ളമെന്ന് പറഞ്ഞ് കുടിക്കാമായിരുന്നു, അതും പോയി. എച്ചിലാണെങ്കിലും ആഹാരമെന്ന് പറഞ്ഞ് തിന്നാമായിരുന്നു, അതും പോയി. ഇന്നത്തെ സങ്കടം അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കടക്കാരെ പറഞ്ഞ് നിർത്താമായിരുന്നു. ജോലിയുണ്ട്, അവർക്കൊരു പ്രതീക്ഷയാണ്, തരും. നിൻ്റെ വിഷമം കട പൂട്ടാൻ പോവുകയാണ്. എങ്ങനെ കടക്കാരെ പറഞ്ഞ് നിർത്തും? അതാ നിൻ്റെ സങ്കടം. നാട്ടിൽ പോയാൽ എങ്ങനെ കടക്കാരെ പറഞ്ഞ് നിർത്തും? അതാ നിൻ്റെ വേദന. മക്കളോടെന്ത് പറയും? ഭാര്യയോടെന്ത് പറയും? കുടുംബത്തോടും? അയ്യോ, വല്ലാത്തൊരവസ്ഥയാണ്. വേദനയ്ക്ക് കാരണം ഇവരോടൊക്കെ എന്തു പറയും? കട പൂട്ടാൻ പോകുന്നു, ജോലി നഷ്ടപ്പെടും, പഠനം പകുതി വഴി, അയ്യോ പ്രതീക്ഷിച്ച ജോലി കിട്ടിയില്ല, തിരിച്ചു വരാൻ പോകുന്നു, വല്ലാത്ത അവസ്ഥ. എന്ത് പറയും? വീട്ടിൽ പോയി കയറുമ്പോൾ എൻ്റെ അമ്മയോട് എൻ്റെ അപ്പനോട് ഞാൻ എന്ത് പറയും? ഇതിനാണോ അവരെന്നെ കെട്ടിച്ചു വിട്ടത്? എന്ത് പറയും? ഉള്ള വഴിയും പോയി, ഉള്ളതും അടഞ്ഞ്. ഞാൻ പറഞ്ഞത് ഞെരുക്കത്തെക്കുറിച്ചാണ്. എനിക്ക് ഞെരുക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുവാൻ താല്പര്യമില്ല. കാരണം ഞെരുക്കം മാറ്റുന്ന ദൈവപ്രവൃത്തിയാണ് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കട്ടെ. ഏലിയാവ് ഞെരുങ്ങി എന്നത് സത്യമാണ്. ആ ഞെരുക്കത്തെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. 17:16 ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യഹോവ ഏലിയ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. 15 പറയുന്നു: അങ്ങനെ ഏലിയാവും അവളും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. തുടർന്നാണ് പറഞ്ഞത്, തീർന്നു പോയില്ല. തീരാത്തത് നൽകി ദൈവം ഞെരുക്കത്തെ മാറ്റി. ആ അല്പത്തിൻ്റെ അനുഭവം മാറിപ്പോകുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തീരാത്തത് എൻ്റെ ദൈവം നിനക്ക് നൽകുക. നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടത്, നിൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായത് എൻ്റെ ദൈവം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ തൊഴിലിലൂടെ നൽകുവാൻ പോകുക. വിശ്വാസത്തോടെ ആമേൻ പറയും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര, നിൻ്റെ തൊഴിൽ കൊണ്ട് തന്നെ, നീ ചെയ്യുന്ന ജോലി കൊണ്ട് തന്നെ നിൻ്റെ ബാധ്യത തീരും. നീ വസ്തു വാങ്ങും, നീ വീട് വയ്ക്കും, നീ വാഹനം വാങ്ങും. എന്താണോ നീ പ്രതീക്ഷിച്ച് കടന്നുപോയത് അതങ്ങനെ തന്നെ സംഭവിക്കും. എന്താ തെളിവെന്ന് വഴിയെ പറഞ്ഞു തരാം. സഹോദരി, കടം വാങ്ങി, അവിടെ നിന്ന് മറിച്ച് ഇവിടെ നിന്ന് മറിച്ച്, റോളിംഗ് ആണ്. അയ്യോ, നേരത്തെയൊക്കെ പൈസ റോൾ ചെയ്തുകൊണ്ട് ഇപ്പം നീ കടന്ന് റോൾ ചെയ്യുക, അങ്ങോട്ട് ഉരുണ്ട് ഇങ്ങോട്ട് മറിഞ്ഞ്, അയ്യോ വലിയ പാടാ. കേൾക്ക്, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുകയാണ്. ആ ഞെരുക്കത്തെ എൻ്റെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരും. വാങ്ങുന്ന അവസ്ഥയ്ക്ക് കൊടുക്കുന്ന അനുഭവത്തെ ദൈവം പകരം നൽകും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, വാങ്ങുവാനായി നീട്ടിയ നിന്റെ കൈകൾ കൊടുക്കുവാനായി ഉയർത്തപ്പെടുവാൻ പോകുക. ആ കരമൊന്ന് ഉയർത്തി ആമേൻ പറയ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വാങ്ങലിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. ആ ഞെരുക്കത്തെ ദൈവം വിശാലതയിലേക്ക് വഴിമാറ്റി. ചിലർ വല്ലാതെ ഞെരുങ്ങിയിരിക്കുക. ഇന്ന് രാവിലെ ഒരു സഹോദരി പ്രാർത്ഥന വിഷയം അറിയിക്കുവാനായി വിളിക്കുകയുണ്ടായി. ആ സഹോദരി പറഞ്ഞതാണ് 1.5 സെൻറ്റ് അതിനകത്തൊരു വീട്. അതുപോലും ഇല്ലാത്ത ചിലർ കേൾക്കുന്നുണ്ട് അല്ലേ? ഒരു 1/2 സെൻറ്റെങ്കിലും എൻ്റെ പേരിലുണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ച് അവിടെ ഒരു വീട് പോലെ മറച്ച് കിടന്നാലും മതിയെന്ന്. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. സ്വന്തമായി ആമേൻ വസ്തുവും വീടും കർത്താവ് നിനക്ക് തരുവാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആമേൻ. ആ സഹോദരിയോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, അവളോട് പറ, ആ അതിരിനെ യേശു വിശാലപ്പെടുത്തുവാൻ പോകുക. താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ അതിരിനെ യേശു വിശാലപ്പെടുത്തി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിരിനെ യേശു വിശാലപ്പെടുത്തി. നിന്റെ അതിരിനെ, നിന്റെ ഞെരുക്കത്തെ തട്ടിയും മുട്ടിയും നടക്കുന്ന മക്കളെ പരിവായി ഇനി ഒരു മുറിയിലും ഒരു ഹാളിനകത്തുമായിട്ട് അടുക്കളയിലുമായിട്ട് നോ ഭവനത്തിന് റൂമുകൾ ഉണ്ടാകുവാൻ പോകുക. താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ ആമേൻ. പുതുക്കി പണിയപ്പെടുവാൻ പോകുക. വിശാലമായി പുതുക്കി പണിയപ്പെടുവാൻ നിന്റെ ഭവനം തന്നെ, നിന്റെ ഭവനം പുതുക്കി പണിയപ്പെടുവാൻ പോകുക. റിനോവേഷൻ നടക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ അതിരുകളെ കർത്താവ് വിശാലമാക്കുക. വരുമാനത്തിൻ്റെ അളവിനെ മാത്രമല്ല, വരുമാനത്തിൻ്റെ മാർഗങ്ങളെ ദൈവം വർദ്ധിപ്പിക്കുക. ഒരു വരുമാനം കൊണ്ട് ഓടിച്ചിട്ട് ഓടാത്ത വണ്ടി ജീവിതമെന്ന വണ്ടി ഒന്നിലധികം വരുമാനങ്ങൾ കൊണ്ട് നീ ഓടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. താങ്ക് ലോർഡ്. യേശുവിൻ. നിന്റെ ഭവനത്തിനകത്ത് പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുവാൻ പോകുക. അർത്ഥാൽ ഒന്നിലധികം പേർ നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ജോലിക്ക് പോകുവാൻ പോവുക. ആമേൻ. മുറിക്കകത്ത് ഒതുങ്ങിപ്പോയ നിന്റെ തലമുറ, അതെ അവൻ
ആമേൻ, പുറത്തിറങ്ങി. അവനെ ബന്ധിച്ച് അവളെ ബന്ധിച്ച് ആ ബന്ധനത്തെ അഴിച്ച് അവർ പുറത്തിറങ്ങുവാൻ പോയി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശാലത. ആമേൻ. ഇന്നായിരിക്കുന്ന ഞെരുങ്ങിയ അവസ്ഥയിൽ നിന്ന് ശുശ്രൂഷക ആ ഞെരുങ്ങിയ അവസ്ഥ, ആ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നും ഒരു വല്ലാത്ത അവസ്ഥയാണ് സ്വർഗം പുറത്തു കൊണ്ടുവരിക. സ്തോത്രം. ചിന്ത വരിക, പാസ്റ്ററെ ശരിയാ, നിങ്ങൾ പറഞ്ഞ ശരിയാ, ഞങ്ങൾക്കത് ആവശ്യമാണ്. പക്ഷെ എങ്ങനെ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആമേൻ, ഏത് ദൂതിനും ആ ദൂതിലേക്ക് ഒരു ഭക്തൻ എത്തിച്ചേരുന്ന ഒരു മാർഗമുണ്ട്. എന്നെ കേൾക്കുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് അതേക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഓൾറെഡി അറിയാം. അവർക്ക് ബൈബിളുമായി നിരന്തരമായ പരിചയമുണ്ട്. പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെട്ടോളണം. മീൻസ് ബൈബിൾ വായിക്കണം കേട്ടോ, വചനം കേൾക്കണം, ബൈബിൾ വായിക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസമുണ്ടാകും. യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ നീ എത്ര വചനം കേൾക്കുന്നുവോ അത് എന്തെങ്കിലും കേട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ. ആമേൻ. എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരു നിമിഷം ലോകം മുഴുവൻ എന്ന് ഞാൻ പറയത്തില്ല, ക്രിസ്തീയ കുലത്തിൽ തന്നെ ഒരു വലിയ വിഭാഗം പിശാചിൻ്റെ കരങ്ങളിലെ ചട്ടുകങ്ങളായി മാറിയിരിക്കുന്നു. യേശു ഭൂമിയിലുണ്ടായിരുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കൽ പോയവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് പോയവരാ. 12 വർഷം അലഞ്ഞിട്ട് രക്തസ്രവക്കാരി പോയത് അവളുടെ രക്തസ്രവം മാറാൻ വേണ്ടിയാണ്. യേശു അത് മാറ്റിക്കൊടുത്തു. അമ്മേ, ഉദരത്തിൽ കരവെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യമാക്കി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന എല്ലാ ബ്ലീഡിങ്ങുകളും മാറിപ്പോയി. താങ്ക് യു ലോർഡ്. നോക്കൂ, കുരുടന്മാർ യേശുവിൻ്റെ അടുത്ത് പോയത് കാഴ്ച കിട്ടാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? കുഷ്ഠരോഗി പോയത് കുഷ്ഠം മാറാൻ വേണ്ടിയാണ്. മുടന്തൻ പോയത് മുടന്ത് മാറുവാൻ വേണ്ടിയാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതിന് പരിഹാരത്തിന് വേണ്ടിയാണ് പോയത്. അല്ലാതെ ആ യേശുവിനെ തിക്കി ഞെരക്കി തള്ളിക്കൊണ്ടുപോയ ആൾക്കൂട്ടത്തിൽ ഒരാളാവാൻ വേണ്ടി പോയതല്ല. പ്രിയരെ, ആൾക്കൂട്ടത്തിൽ ഒരാളാവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ ആവശ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാപിച്ചെടുക്കുന്ന സാക്ഷിയായി മാറുവാൻ വേണ്ടി. ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ചു പറയുന്നു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ സകല വിഷയത്തിനും പരിഹാരകനാണ്. ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന ആ വിഷയം എന്തുമാകട്ടെ അത് പരിഹരിക്കുവാൻ യേശു മതിയായവൻ. നിത്യതയിൽ നിന്നെ എത്തിക്കുവാനും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിലെ കാര്യത്തിനൊരു പരിഹാരം വരുത്തുവാൻ യേശുവിന് കഴിയുമെന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പരലോകത്തെക്കുറിച്ച് നീ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കള്ളത്തനമാണ്, ശുദ്ധ ഫോഷ്കാണ്. ഞാൻ സമ്മതിക്കത്തില്ല. ആമേൻ. നോക്കി, വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ഏലിയാവ് ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് നടന്നു കയറിയത്? ഒന്നാമതായി, ഏലിയാവ് ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവനായിരുന്നു. ആമേൻ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാപിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ പലർക്കും താല്പര്യം കാണും. പക്ഷേ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുവാൻ പാടില്ല. സഹോദര, സഹോദരി, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയോ, വചനപ്രകാരമുള്ളൊരു ജീവിതമാണോ ഇപ്പോൾ നിനക്കുള്ളത്? വചനപ്രകാരമാണോ നീ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനപ്രകാരം നിന്റെ വഴികാട്ടിയായി, നിന്റെ കാലിന് പ്രകാശവും പാതയ്ക്ക് ദീപവുമായി ദൈവത്തിൻ്റെ വചനമുണ്ടോ? ദൈവത്തിൻ്റെ വചനത്താൽ ദൃഷ്ടി വയ്ക്കപ്പെട്ട്, ആലോചന പറയപ്പെട്ട്, ഉപദേശിക്കപ്പെട്ട് നീ വഴി നടക്കുന്നുണ്ടോ? ഒരു നടത്തിപ്പ് നിനക്കുണ്ടോ? ഇല്ലെങ്കിൽ ദൈവവചന പ്രകാരമുള്ള നടത്തിപ്പ് ആവശ്യം, അനുസരണം. ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിൽ ഏലിയാവിന് ഒരു മടിയുമില്ലായിരുന്നു. ആമേൻ. അത് ഏത് കാര്യത്തിലും, ഏത് അവസ്ഥയിലും. പലരും അനുസരിക്കും, എല്ലാം ഓക്കെ ആണെങ്കിൽ, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങൾ അനുസരിക്കും. അനുസരണക്കേട് കാണിക്കുന്നത് സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമില്ല. എന്താ സഹോദര, സഹോദരി? നോ. എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. അനുസരിക്കേണ്ടത് തന്നെയാണ്. നീ ഏത് അവസ്ഥയിലായിരുന്നാലും ആരായിരുന്നാലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. നോ കോംപ്രമൈസ്. സഹോദരി, കുഞ്ഞുമക്കളെ പഠിക്കുന്നത് കൊണ്ട്, കൂട്ടുകാരെ കളിയാക്കുന്നത് കൊണ്ട് വചനം വിട്ടൊരു കളിക്ക് നിൽക്കരുതേടാ. ഈ വചനം നിന്നെ ജീവിപ്പിക്കും. ഈ വചനം നിന്നെ നിലനിർത്തും. തകർന്നു പോകുന്ന അനേകരുടെ മധ്യത്തിൽ ലബനോനിലെ ദേവദാരു പോലെ എൻ്റെ ദൈവം ഈ വചനത്താൽ നിന്നെ നിർത്തും. നീ വചനത്തിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. വലിയൊരു കാര്യമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിലെ അന്നത്തെ രാജാവിനോട് പോയിട്ട് അവന് വിരോധമായി പ്രവചിക്കാൻ. അവന് അനുകൂലമായിട്ടാണെങ്കിലും ഓക്കെ, നമ്മളൊക്കെ ചെയ്യും. പക്ഷേ ഈ വിരോധമായിട്ട് രാജാവിന്, അധികാരിക്ക് രാജകൽപ്പന കല്ലേ പിളർക്കുമെന്നാ.
രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന കാര്യത്തിൽ ഏലിയാവിന് ഒരു വിട്ടുവീഴ്ചയില്ല. നോ കോംപ്രമൈസ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുതേ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ ദൈവവും കോംപ്രമൈസ് ചെയ്യത്തില്ല. ദൈവത്തിന് നോ കോംപ്രമൈസ്. നിശ്ചയമായും എന്നെ കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. താങ്ക് യു ലോർഡ്. നിങ്ങളെ വിളിച്ചത് അനുഗ്രഹിക്കുവാനാണ്. നിങ്ങളെ വിളിച്ചവൻ്റെ ഇഷ്ടം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, രണ്ടാമതായി വചനപ്രകാരം നടന്നു. കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കിരീത്തിലോട്ട് പൊയ്ക്കോ. 17:3 അവിടെ ഞാൻ നിന്നെ പുലർത്തിക്കോളാം. അന്ന് പ്രവാചകന്റെ സ്ഥാനം, രാജാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം പുരോഹിതനും പ്രവാചകനും ഒക്കെയാണ്. കാരണം രാജാവും പുരോഹിതനും പ്രവാചകന്മാരും ചേരുന്നൊരു ടീമാണ് രാജ്യം തന്നെ ഭരിക്കുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് രാജാവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ദൈവം പറയുന്നത് കേട്ട് പ്രവാചകൻ രാജാവിൽ നിന്ന് അകലേക്ക് പോകുന്നു. ആ സുഖ സൗകര്യങ്ങളിൽ നിന്ന് തനിക്ക് ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്ന ജനീകമായ സന്തോഷങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അകലേക്ക് പോകുന്നു. പ്രിയരെ, പല സന്തോഷങ്ങളും നമ്മെ ത്രില്ലടിപ്പിക്കും, നമ്മെ മോഹിപ്പിക്കും, നമ്മെ കൊതിപ്പിക്കും. അങ്ങനെയുള്ള പല സന്തോഷങ്ങളുമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വാക്കിന്, ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പല സന്തോഷങ്ങളും ഒരുപക്ഷെ താൽക്കാലികമായി വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നേക്കാം. ആമേൻ. പലർക്കും അതാണ് ഇഷ്ടമല്ലാത്തത്. അങ്ങനെ എന്തിനാ വേണ്ട എന്ന് വയ്ക്കുന്നത്? എന്തിനാണെന്ന് വെച്ചാൽ ശരിയായത് ദൈവത്താൽ നീ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി. നോക്കൂ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് തൻ്റെ യുക്തി കൊണ്ട് അതിനെ വിലയിരുത്താതെ കിരീത്തിലേക്ക് പോകുവാൻ തയ്യാറായി. നീ ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ് പോകുന്നതെങ്കിൽ, നിന്റെ യുക്തിയെ നീ പണയം വയ്ക്കുവാൻ തയ്യാറാകുമെങ്കിൽ, സ്തോത്രം, നിന്റെ ബുദ്ധിക്ക് അതീതമായത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. മക്കളെ, നിങ്ങളുടെ ബുദ്ധിയും സർട്ടിഫിക്കറ്റും ഒക്കെ മാറ്റി വയ്ക്കുക. അതിനപ്പുറമായത് എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. സഹോദര, നിന്റെ അറിവും എക്സ്പീരിയൻസും ഒക്കെ മാറ്റിവെച്ച് വചനപ്രകാരം നടക്കുക. ദൈവം അസാധാരണമായതൊന്ന്, പരിചിതമല്ലാത്ത ഒന്ന് നിനക്ക് വേണ്ടി ചെയ്യും. ആഹാരവും കൊണ്ടുവരിക. അതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വേറെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ബൈബിളിൽ അങ്ങനെ ആരുമില്ല. സ്തോത്രം. ഒരു മിറക്കിൾ സംഭവിക്കുകയാണ്, ഒരത്ഭുതം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നടക്കുന്നവൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും അത്ഭുതം സംഭവിക്കും. ആമേൻ. പ്രിയമാതാവേ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണോ? കർത്താവ് നിന്നെ അത്ഭുതങ്ങളിലൂടെ വഴി നടത്തും. നോക്കൂ, ആ കിരീത്തിൽ ദൈവം ഏലിയാവിനെ സംരക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കടന്നു പോകുന്നതിന് ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് ഞെരുക്കമുള്ള സ്ഥലമായിരിക്കാം. അത് ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ എച്ചിൽ തിന്നേണ്ടി വരുന്ന, തോട്ടിലെ ചേറ്റുവെള്ളം കുടിക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ അവിടെയും ഭക്തനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. തീർന്നില്ല. എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ ഏലിയാവിൻ്റെ ഒരു സ്വഭാവ സവിശേഷത, ഞാൻ അവിടേക്ക് വളരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏലിയാവിൻ്റെ വിശ്വാസം തന്നെ ജീവിതമായി മാറുക. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏലിയാവിൻ്റെ വിശ്വാസം തന്നെ ജീവിതമായി മാറുക. കാരണം ഒരു തവണ ദൈവത്തെ അനുസരിച്ചു, പണി കിട്ടി, രാജാവ് ശത്രുവായി. വീണ്ടും ദൈവത്തെ അനുസരിച്ചു, കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ തോട് പറ്റി, കാക്കയുടെ വരവ് നിന്നു. വീണ്ടും ദൈവം വരികയാണ്, നീ സെരാപത്തിലേക്ക് പോകും. അപ്പോഴും ഏലിയാവ് ദൈവത്തെ അനുസരിച്ചു. കാരണം വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം തന്നെ ഏലിയാവിൻ്റെ ജീവിതമായി മാറി. എന്ത് സംഭവിക്കുന്നു, എന്ത് നടക്കുന്നു, നടക്കുന്നില്ല, നോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, സംഭവിക്കുന്നില്ല എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല നിങ്ങളുടെ വിശ്വാസം മുൻപോട്ട് പോകേണ്ടത്. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ആമേൻ. ഏലിയാവ് സാഹചര്യങ്ങളെ നോക്കി തൻ്റെ വിശ്വാസത്തിന് വ്യത്യാസം വരുത്തുന്നില്ല. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് അനുസരിക്കേണ്ടിയിരിക്കുന്നു. റെഡിയാണോ? അതിൻ്റെ റിസൾട്ടാണ് സെരാഫാത്ത് ഒരുക്കപ്പെടുന്നു. അവിടെ മാവ് തീരാത്ത കലവും എണ്ണ വറ്റാത്ത ഭരണിയും ഒരുക്കി ദൈവം വെയിറ്റ് ചെയ്യുക. അനുസരിക്കുന്ന അനുസരണം അഥവാ വിശ്വാസം തൻ്റെ ജീവിതമായി മാറിയ
ഒരുത്തന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുക. നിനക്ക് വേണ്ടി ദൈവം പുതിയ പട്ടണങ്ങളെ, പുതിയ ദേശങ്ങളെ, പുതിയ രാജ്യങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. നിന്റെ അനുസരണത്തിന്, നിന്റെ വിശ്വാസത്തിന് പ്രതിഫലം തരുവാൻ. ഓ താങ്ക് യു ലോർഡ്. പുതിയ രാജ്യങ്ങളും രാജ്യങ്ങളുടെ നന്മകളും കർത്താവ് നിനക്ക് തരിക. നീ പുസ്തകം എടുത്ത് പിന്നാലെ ഇറങ്ങിത്തിരിച്ചതും നീ പ്രാർത്ഥിച്ചതും ആരാധിച്ചതും വെറുതെയാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പുതിയ ദേശത്തിൻ്റെ അനുഭവങ്ങളെ, പുതിയ ഭവനത്തിൻ്റെ അനുഭവങ്ങളെ എൻ്റെ കർത്താവ് നിനക്ക് നൽകി നിന്നെ മാനിക്കുവാൻ പോകുക. പുതിയ അനുഭവങ്ങളെ എൻ്റെ ദൈവം നിനക്ക് നൽകും. എലിയാവിനെ പോലെ വിശ്വാസം തന്നെ ജീവിതമാക്കി മാറ്റുവാൻ തയ്യാറാണോ? ഞെരുക്കം മാറും, വിശാലത വെളിപ്പെടും. അത് പാടണം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ അങ്ങനെ മാറുവാൻ കഴിയും? പ്രാർത്ഥനയും ഉപവാസവും. ഓ സ്തോത്രം. ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ആ വിശ്വാസം വർദ്ധിക്കുവാൻ, വിശ്വാസം തന്നെ ജീവിതമായി മാറുവാനും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ, മീൻസ് ഞെരുക്കം മാറി വിശാലത പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമായ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ അവസരമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മറ്റനേകർക്കും തളർന്ന നിരാശപ്പെട്ടായിരിക്കുന്ന അനേകർക്കും അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് സ്റ്റാർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നേരിട്ട് കടന്നു വരുന്നവർക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന, 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന, വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ്. പരിചിതരായ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ദേശത്തിലുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളും കടന്നു വരിക. പട്ടണമധ്യത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. എല്ലാ ദിവസങ്ങളിലും അനുഗ്രഹീതമായ വചന സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും അവസരമുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. രാവിലെ പ്രാർത്ഥനയുണ്ട്, മെസ്സേജുകളുണ്ട്, വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പം വളരെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഇവരായിരിക്കുന്നു. ഞെരുക്കം മാറി വിശാലത ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേ കർത്താവ്. എല്ലാ ഇല്ലായ്മകൾക്കും അറുതി ഉണ്ടാകട്ടെ. ആ അല്പം കൊണ്ട്, ഒന്നിനും തികയാത്ത അല്പത്തെ വെച്ച് ജീവിതം മുന്നോട്ട് ഓടിക്കുവാൻ കഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ടി സ്വർഗം വിശാലതയുടെ അനുഭവത്തെ അങ്ങ് ഒരുക്കണമേ. ഇവരിന്നായിരിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധി വെളിപ്പെടട്ടെ. ഓ താങ്ക് യു ലോർഡ്. സമൃദ്ധി വെളിപ്പെടട്ടെ, ഞെരുക്കം മാറട്ടെ, വിശാലത വെളിപ്പെടട്ടെ. യേശുവേ, ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. അപ്പാ ഓ യേശുവേ, ഇവരുടെ അത്ഭുതത്തിൽ നടക്കട്ടെ. തൊഴിലിടത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. വിദേശത്തും സ്വദേശത്തും ജോലികൾ അന്വേഷിച്ചായിരിക്കുന്നവർക്ക് നല്ല ജോലികൾ ലഭിക്കട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് വരട്ടെ. കടന്നുപോയിട്ട് ജോലി കിട്ടാതെ ഭാരപ്പെട്ട് വിദേശങ്ങളിലായിരിക്കുന്നവർക്ക് ജോലികൾ നൽകണമേ. മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വർധനവും വിശാലതയും വെളിപ്പെടട്ടെ. ഞെരുക്കം മാറി വിശാലത വെളിപ്പെടട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ജപ്തി നടപടികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗമെന്ന ഞെരുക്കം മാറട്ടെ. ആരോഗ്യം വെളിപ്പെടട്ടെ. യെസ്, ശരീരങ്ങളെ തളർത്തിയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്വാസം മുട്ടലിൻ്റെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. കാഴ്ച സംബന്ധമായി എന്ത് രോഗമെന്നറിയാതെ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. എല്ലാ ന്യൂറോ ഡിസീസുകളും മാറിപ്പോകട്ടെ. ഓ താങ്ക് യു ലോർഡ്. എല്ലാ ട്യൂമറുകളും മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഉറക്കമില്ലായ്മകൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. തലവേദനകൾ, കടുത്ത തലവേദനകൾ മാറട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന സകല മാനുഷിക പൈശാചിക വെല്ലുവിളികളും മാനുഷികമായ ഇടപെടലുകളും കൂട്ടുകെട്ടുകളും തകർക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കോടതികളിൽ നിന്ന് അനുകൂലമായ വിധികൾ ഉണ്ടാകട്ടെ. സ്തോത്രം. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടത് കരങ്ങൾ നൽകി മാനിക്കണം. അപ്പോൾ ആ ലോണുകൾക്കായി കാത്തിരിക്കുന്നവർ ലോണുകൾ ലഭിക്കട്ടെ. സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. ഭവനങ്ങൾ പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹത്തിനുമേലുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങളെ സ്വർഗ്ഗമങ്ങ് നൽകണമേ. ഓ താങ്ക് യു ലോർഡ്. ഉദരഫലങ്ങൾ ജനിക്കട്ടെ.
പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.